പക്ഷേ there are some internal trauma we sit inside our mind and body. എസ്പെഷ്യലി നമ്മൾ ഇമോഷൻസ് ഉണ്ട്. നമ്മൾ 10 വർഷം ചെയ്ത മുമ്പുള്ള ഒരു ഇമോഷനും അല്ലെങ്കിൽ ആ ഒരു മെമ്മറി നമ്മുടെ ശരീരത്തുണ്ട്. ദാറ്റ് മീൻസ് വി ആർ സ്റ്റിൽ ഓപ്പറേറ്റിംഗ് വിത്ത് എ ബ്ലോക്ക്. ആ ഒരു പെയിൻ റിലീസ് ചെയ്തിട്ടില്ല. അവിടെയാണ് ഈ പറഞ്ഞ മെൻറ്ററിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യേണ്ടത്. until we release those blocks in the childhood or somewhere in the life, നമ്മുടെ ഈഗോ ഹൈ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിൽ വി ആർ ഇൻ ദ ട്രോമാറ്റിക് എക്സ്പീരിയൻസിൻ്റെ പാറ്റേണിലായിരിക്കും പോകുന്നത്. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ 2025 കഴിഞ്ഞ് ഏകദേശം 26 കയറുവാണ്. നമുക്ക് 26 നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ഡബിളാക്കണം. അതായത് നമ്മുടെ ഇൻകം ഡബിളാക്കണം, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഡബിളാക്കണം, ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് ഡബിളാക്കണം, ക്വാളിറ്റി ടൈം കൂട്ടണം, നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കണം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം, നമുക്ക് നമ്മുടെ ഹെൽത്ത് ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആക്കണം, നല്ല അടിപൊളിയായിട്ട് നല്ല സിനിമാ നടനെ പോലെയൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ സിനിമാ നടിയെ പോലെയൊക്കെ ഇരിക്കണം എന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കണം. വെയിറ്റ് കുറയ്ക്കേണ്ട ആൾക്ക് വെയിറ്റ് കുറയ്ക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് 2026 ചെയ്യണം. പക്ഷേ നമ്മൾ 2024 ഇങ്ങനത്തെ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ചില കാര്യങ്ങളിൽ കുറച്ചൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു, ചില കാര്യങ്ങൾ ഒട്ടും ചെയ്യാൻ സാധിച്ചില്ല, എന്നാൽ ചില കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? ഈ കൊല്ലം നമുക്കങ്ങനെ സംഭവിക്കരുത്. നമുക്ക് ഈ കൊല്ലം എന്ത് കേസും നമ്മൾ ഡബിൾ ചെയ്തിരിക്കണം. നമ്മുടെ കൂടെ എന്നുള്ളത് മെൻറ്ററായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് കോച്ചായിട്ടുള്ള അജയ് അഗസ്റ്റിനാണ്. അദ്ദേഹം എങ്ങനെ നമുക്ക് 2026 വളരെ അർത്ഥവത്തായ വളരെ ഗുണകരമായിട്ടുള്ളൊരു വർഷമായിട്ട് തീർക്കാം, നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊടുത്തതിനേക്കാളും കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻ എന്ത് നമുക്ക് രാജ്യത്തിനായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫാമിലിക്ക് നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. അജയ് നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? അല്ലേ, അജയ് തൊഴിലുറക്കാരനാണല്ലോ അല്ലേ? നമ്മൾ 24 ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അതൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു, എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ ആ ഒരു ഗോൾ സെറ്റിംഗ് പ്രോസസ്സാണിത്. എൻ്റെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ഒരു തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ന്യൂ ഇയറിൻ്റെ സമയത്ത് നമ്മൾ ആ ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് നാൾ ആ തീരുമാനങ്ങൾ അനുസരിച്ച് പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പം പല തടസ്സങ്ങൾ വരുന്നു, പല ബ്ലോക്കുകൾ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ മറ്റ് ഇൻട്രപ്ഷൻസ് വരുന്നു. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളത് ആ ഒരു പ്രോസസ്സ് ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറന്നു പോകും. ഇത് ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ കരുതി അതങ്ങ് ഓക്കെ പോട്ടെ, ഇനി പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പഴയ പോലെ വീണ്ടും ആ ഒരു പഴയ പാറ്റേണിലേക്ക് പോരും. ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് അത് വളരെ ഇതാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ലിസ്റ്റ് എഴുതും, അല്ലെങ്കിൽ എനിക്കൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഡെയിലി മീൻസ് ഇതിനെ കൂടുതലായിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ പോകാറുണ്ട്. അതൊരു പാത്ത് വേ നമ്പർ 1. പക്ഷേ അത് നമ്മുടെ തിങ്കിങ് മൈൻഡിലാണ് ഫോണ്. രണ്ടാമത്തെ പാർട്ടിൽ ലോ ഓഫ് റെസൊണൻസ് എന്ന് പറയും. പക്ഷേ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ there is a change process. അപ്പോൾ നമ്മുടെ തിങ്കിങ് ചേഞ്ച് ചെയ്യണം, നമ്മുടെ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യണം, നമ്മുടെ വിശ്വാസം ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പാറ്റേൺസ് വേണം, നമ്മുടെ സ്കിൽസ് ചേഞ്ച് ചെയ്യണം, മറ്റു പല കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യണം. ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് പോകാൻ തയ്യാറാണോ? ആ ഒരു മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാണോ? ആ മാറ്റങ്ങൾ എത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സസ് ഉണ്ടോ, അതിനുള്ള ആ ഒരു മെൻ്റലി ഞാൻ പ്രിപ്പയർഡ് ആണോ, അല്ലെങ്കിൽ എനിക്കൊരു റീസൺസ് ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും പറയാം ഞാൻ മില്യനെയർ ആകാം, അപ്പം അല്ലെങ്കിൽ പറയാം എനിക്കൊരു $1 million കിട്ടിയാൽ കൊള്ളാം എന്ന് പറയും. പക്ഷേ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും അല്ലെങ്കിൽ എൻ്റെ ഹാർട്ടും അല്ലെങ്കിൽ എൻ്റെ സോളും, ഈസ് ഇറ്റ് അലൗഡ് ടു റിസീവ് ദാറ്റ്? ഈസ് ഇറ്റ് പ്രിപ്പയർഡ്? ആ കപ്പാസിറ്റി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും? സ്മാർട്ട് ഗോൾ സെറ്റിംഗ് ഉണ്ട്. ഇപ്പം വളരെ സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ടൈം ബൗണ്ട് ആയിരിക്കണം എന്നുള്ള ഇതുണ്ട്. പക്ഷേ ആ ഒരു പ്രോസസ്സിൽ there some things are missing.
നമുക്ക് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, എല്ലാം ഇറ്റ്സ് ഓൾ ഗുഡ്. ബട്ട് നമ്മൾ ചില കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട് അതിൻ്റെ അകത്ത്. അതായത് നമ്മുടെ എനർജി, അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ കാറിൻ്റെ പോലെ ആക്സലറേഷൻ ആൻഡ് ബ്രേക്ക്. സോ ആർ യു യൂസിങ് ദാറ്റ് ആക്സലറേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് അത് വേണ്ട സമയത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടോ, അത് എങ്ങനെ അലൈൻഡ് ആയിട്ട് കൊണ്ടുപോകാം. അപ്പം റീസൺസ് വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ എനിക്കിത് ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പേഴ്സൺ ആകണം. ദർ ഇസ് എ ബിക്കമിങ് പ്രോസസ്. അതായത് ഞാൻ ഇപ്പം ഇന്ന പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഇന്ന പേഴ്സണാലിറ്റി ആണ്. പക്ഷെ വെൻ വി ആർ മൂവിങ് ഇൻ ടു സംതിങ് എൽസ്, ആ ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി വേണം. ആ ഒരു പേഴ്സണാലിറ്റി അപ്ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ആ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ അതുകൊണ്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വ്യത്യാസം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഓരോ വർഷത്തിന് അവസാനമായിട്ട് എടുക്കുന്ന ഒരു തീരുമാനങ്ങളിലൊന്നാണ് എനിക്ക് ഫിനാൻഷ്യലി ഒന്ന് ഗ്രോ ചെയ്യണം. ഇപ്പോൾ എനിക്ക് $1,00,000 ഉണ്ട്, അത് 1,20,000 ആക്കണം, അല്ലെങ്കിൽ 1,30,000 ആക്കണം. പക്ഷെ ഇന്ന് അങ്ങനെ ആക്കാനായിട്ട് പലർക്കും തീരുമാനമെടുത്തെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്താറില്ല. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യണം? അപ്പം ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് അത് ഇതാക്കണം, മീൻസ് 1,00,000 1,20,000 ആക്കണം, അല്ലെങ്കിൽ കൂടുതലായിട്ട് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് സെപ്പറേറ്റ്. പക്ഷെ ആദ്യം എന്തുകൊണ്ടാണ് ചെയ്യണം, എങ്ങനെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള പാറ്റേണിൽ നിന്നും ഇപ്പം നമ്മുടെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെ എനിക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസമുണ്ട്. ഒന്ന്. രണ്ട്, അത് അങ്ങനെയുള്ള പൂർണ്ണമായ ആഗ്രഹവും പൂർണ്ണമായ അതിനോടുള്ള സ്നേഹവും ഉണ്ടോ. ആ സ്നേഹം മാത്രം പോരാ. ആ സ്നേഹം എന്ന് പറയുന്നത് അതിലുള്ള ചലഞ്ചുകളും വേദനകളും ബ്ലോക്കുകളും ഹാൻഡിൽ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പെയിനും ബ്ലോക്കും അല്ലെങ്കിൽ തടസ്സങ്ങളും വരുമ്പം ഞാനത് നിർത്തുവാണെങ്കിൽ എനിക്കതിനോട് പൂർണ്ണമായ സ്നേഹമില്ല, അല്ലെങ്കിൽ പൂർണ്ണമായ വിശ്വാസമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ചലഞ്ചസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതനുസരിച്ച് ഇപ്പം ഞാൻ എല്ലാ ദിവസവും സംസാരിക്കുകയാണ്, ഇതെനിക്ക് പറ്റത്തില്ല, ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു എൻ്റെ സംസാരം അങ്ങനെയാണ്, ഇതൊന്നും നടപ്പാവുന്ന കാര്യമല്ല, പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഓൾറെഡി നമ്മളെ ഇന്റേണലി വി ആർ സേയിങ് നോ. Externally, okay, I have a vision board, I have a numbers, I have a list to do. That is only external. But internally, you are not ready. So there is a mismatch between internal and outside. അപ്പോൾ ആ ഒരു കണക്ഷൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അതുപോലെ നമുക്ക് ഉള്ളിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ നമ്മൾ വെളിയിലുള്ള ആക്ഷനും അതുപോലെ തന്നെ വെളിയിലുള്ള ടൂൾസും. അപ്പോൾ നമ്മുടെ ഒന്ന് മൈൻഡ് സെറ്റാണ്, അതുപോലെ തന്നെ രണ്ട് നമ്മുടെ ഹാബിറ്റ്സ് ആണ്, നമ്മുടെ പാറ്റേൺസ്. അപ്പം നമുക്ക് ഇപ്പോൾ വയ്ക്കുന്നപ്പം ഇപ്പോൾ ഉള്ള പാറ്റേണിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റുകളിൽ നിന്ന് വ്യത്യാസം വരുത്തിയാലേ ഒന്ന് നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ചെയ്യണം. രണ്ട്, നമുക്ക് നമ്മുടെ ബിലീഫ് അതിലുള്ള ഇൻറ്റൻസിറ്റി ഉണ്ടാകണം. അപ്പോൾ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടാകണം, റീസൺസ് ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ കോൺവെർസേഷൻസ്, നമ്മളോട് തന്നെ സംസാരിക്കുന്ന സംസാരങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. എനിക്കിത് പോസിബിൾ ആണ്, ഇത് ഞാൻ ചെയ്യും എന്ന്, അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റി ഫാക്ടർ ഉണ്ട്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഫാക്ടർ എന്നും നമുക്ക് നമ്മുടെ മുമ്പിലുണ്ടാകും. അതുപോലെ തന്നെ എക്സ്പെക്റ്റൻസി. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ ഷിഫ്റ്റ് നമ്മൾ ചെയ്യുമ്പം നമ്മുടെ എക്സ്റ്റേണൽ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് എളുപ്പമായിരിക്കും. നമ്മുടെ വീടുകളിലും മറ്റും പലർക്കും ഒന്നുകൂടെ ഹെൽത്തി ആകണം, ഒന്നുകൂടെ അങ്ങനെ തീരുമാനമുള്ളവർ. ചിലർക്ക് തടി കൂടുതലുള്ളവർക്ക് തടി കുറയ്ക്കണമെന്ന് പ്ലാനുള്ളവർ കാണും, ചിലപ്പോൾ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള വെയിറ്റ് കൂട്ടണമെന്ന് പ്ലാനുള്ളവർ കാണും. അപ്പോൾ അവർ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ചില ആൾക്കാർക്ക് മറ്റും ചെറുപ്പകാലങ്ങൾക്ക് തടി കുറവായിരിക്കും. അപ്പോൾ അവർ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ തടി കുറഞ്ഞ ആൾക്കാരായിരിക്കും, ചെറുപ്പത്തിൽ തടി ഉണ്ടായിരുന്നവരൊക്കെ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച്. പക്ഷേ ഇങ്ങനെയൊക്കെ അവർ ചെയ്തെങ്കിലും അവർക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നത് ചില സമയത്ത് കാണാറില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ നിരാശ കാണും. അവരിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അവർ ഈ പറയുന്ന പോലെ ഈ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അതിനൊരു പ്രിൻസിപ്പിൾ പറയും. അതായത് ബി, ഡു, ഹാവ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ, ഡു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം ഹാവ് എന്ന് പറയുന്നത് വാട്ട് യു ഹാവ് ടു മീൻസ് വാട്ട് യു വാണ്ട് ടു ഹാവ്. അപ്പം ബി ടു ബിക്കം, അതാണ് യാത്ര. കറക്റ്റ്.
ഞാൻ എൻ്റെ ശരീരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിൽ ആകണമെങ്കിൽ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അതിനുവേണ്ടി എല്ലാ സാധനങ്ങളും എല്ലാ വേദനയും ഞാൻ എടുക്കും. പക്ഷെ വിത്ത് എഫേർട്ട് ആൻഡ് വിത്ത് എൻജോയ്മെന്റ്. അപ്പം നമ്മൾ ഇവിടെയാണ് കുഴപ്പം. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ടു ഹാർഡ് ചെയ്യുന്നു, പക്ഷേ there is no enjoyment. നാട്ടിൽ നിന്നൊക്കെ ഇവിടെ ഒരുപാട് ലോണൊക്കെ എടുത്തതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ജോലി കിട്ടുന്നതിന് ശേഷം നമ്മൾ ഓവർ ടൈം കിട്ടിയെങ്കിൽ അതും എടുത്ത് എല്ലാം ചെയ്യും. പക്ഷേ ഈ ഓവർ ടൈം എടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്താലും അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹോളിഡേയ്സ് ആണ്, റിലാക്സ് ചെയ്യുന്നില്ല, പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ രോഗിയായിട്ട് തീരും. അത് മാറി നമ്മുടെ ഹാർഡ് വർക്ക് എന്നുള്ളതിൽ നിന്ന് മാറി അല്ലെങ്കിൽ സ്മാർട്ട് വർക്കിലേക്ക് നമുക്ക് എങ്ങനെ എത്താനായിട്ട് സാധിക്കും? നമ്മളിപ്പോൾ ഒന്ന് ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്. ഇപ്പം നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ നമ്മൾ വർക്കിംഗ് ഹാർഡ്, നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള പ്രോസസ്സാണ്. ഹാർഡ് വർക്കിംഗ് ഈസ് ടു ഹാർഡ്. സ്മാർട്ട് വർക്കിംഗ് മീൻസ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർഡ് വർക്ക്, ബട്ട് വി ആർ cutting short many things. We are doing, it is good. But still, we are doing the mental work. If you are kind, if you are operating from your heart with the love and that compassion and with curiosity, it is not smart work. It is more intuitive work. So that means you tune into your heart and you are operating from the heart. That means we are working smart, but not from the head or from the ego. So when we are doing it all, നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ 100,000 150,000 പോകാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലോക്കുകൾ ഓവർകം ചെയ്യാനും, അതുപോലെ തന്നെ ബ്ലോക്ക് വരുമ്പോൾ ഗിവ് അപ്പ് ചെയ്യാൻ ഉള്ള സാധ്യത ഒഴിവാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓർത്ത്, നമ്മളിവിടെ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ സമയത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. കാരണം പല കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്, പല ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരാണ്, അപ്പോൾ പല സ്വഭാവമായിരിക്കും, നമുക്ക് പല കൺസെപ്റ്റും ആയിരിക്കും ലൈഫിനെ കുറിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ട്രബിളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് അത് വെരി ബാഡ് എൻഡിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. അതേപോലെ തന്നെ പല ആൾക്കാർ ബാഡ് എൻഡിലേക്ക് പോയില്ലെങ്കിൽ ചില ആൾക്കാർ നിശബ്ദരായി തീരും, ചില ആൾക്കാർ ബാഡ് ഹാബിറ്റ്സിലേക്ക് പോകാറുണ്ട്. നമ്മൾ ഈ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലേക്ക് ട്രബിളുകൾ ഉണ്ടാകുമ്പോൾ ഈ ബാഡ് ഹാബിറ്റ്സിലേക്ക് പോകാതെ എങ്ങനെ നമുക്ക് വന്ന ട്രബിള് ഒരു നല്ല രീതിയിലായിട്ട് നമുക്ക് ഗ്രോത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? അപ്പം ഈ ഒരു ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ ടു ഡീൽ വിത്ത് ദ പെയിൻ, റൈറ്റ്? ഇപ്പം നമ്മൾ ചിലർക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലായത് നമ്മൾ പല ചലഞ്ചുകൾ ഓവർകം ചെയ്തു, അല്ലെങ്കിൽ വി കെയിം ത്രൂ പല ഫേസിലൂടെ വന്നിട്ടാണ്. പക്ഷേ ദർ ആർ സം ഇന്റർണൽ ട്രോമ വി സിറ്റ് ഇൻസൈഡ് അവർ മൈൻഡ് ആൻഡ് ബോഡി. അതായത് എസ്പെഷ്യലി നമ്മൾ ഇമോഷൻസ് ഉണ്ട്. നമ്മൾ 10 വർഷം ചെയ്ത മുമ്പുള്ള ഒരു ഇമോഷനും അല്ലെങ്കിൽ ആ ഒരു മെമ്മറി നമ്മുടെ ശരീരത്തുണ്ട്. ദാറ്റ് മീൻസ് വി ആർ സ്റ്റിൽ ഓപ്പറേറ്റിംഗ് വിത്ത് എ ബ്ലോക്ക്. ആ ഒരു പെയിൻ റിലീസ് ചെയ്തിട്ടില്ല. അവിടെയാണ് ഈ പറഞ്ഞ മെൻറ്ററിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യേണ്ടത്. until we release those blocks in the childhood or somewhere in the life, നമ്മുടെ ഈഗോ ഹൈ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിൽ വി ആർ ഇൻ ദ ട്രോമാറ്റിക് എക്സ്പീരിയൻസിൻ്റെ പാറ്റേണിലായിരിക്കും പോകുന്നത്. പെയിനിൽ നിന്ന് ഒളിച്ചോടാതെ പെയിൻ ഹാൻഡിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു പർപ്പസിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ടോ, ലോട്ടറി എടുത്ത ആൾക്ക് ആ ലോട്ടറി എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കൊണ്ട് ആ പൈസ എല്ലാം പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് there is a deepest management capacity that you have to have. ആ ഒരു ബെറ്റർ ആയിട്ടുള്ള പേഴ്സണായുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പെയിൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളൊരു ബ്രേക്കപ്പിലേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നെല്ലാം ഓടി ഒളിച്ച് ഇതൊന്നും വേണ്ട, ഇത് എൻ്റെ അല്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓടി ഒഴിച്ചാണ് പോകുന്നത്. ദർ ആർ അതർ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് ഗ്രോ ചെയ്യുക, ആ ഗ്രോത്ത് മനസ്സിലാക്കുക, ആ ഫീഡ്ബാക്ക് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ ഗ്രോ ചെയ്യുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പോൾ പുതിയ ലോകത്ത് താമസിക്കുമ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, പറയാറുമുണ്ട്, നിങ്ങൾ മാതാപിതാക്കൾ കിഡ്സിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നിങ്ങൾ അവരെ നിർബന്ധിക്കുന്നു കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ടെന്ന്. അവരുടെ ലൈഫ് അവർ തന്നെ ഫോം ചെയ്യട്ടെ എന്ന് എപ്പോഴും പറയും. പക്ഷെ അതൊരു പലപ്പോഴും പേരൻസിനെ ഒരു ക്രിമിനലൈസ് ചെയ്യുകയും അതോടെ
അതോടൊപ്പം തന്നെ സമൂഹം അല്ലെങ്കിൽ മീഡിയയാണ് റെഡി, അല്ലെങ്കിൽ മീഡിയ കേൾക്കുന്നതനുസരിച്ച് അവർ ജീവിക്കട്ടെ എന്നൊരു കൺസെപ്റ്റിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ ഇത് എവറിത്തിങ് കംസ് ടു അവയർനെസ് ആൻഡ് ഓൾസോ പ്രോഗ്രാമിംഗ്. സോ ഇപ്പം മീഡിയ ഈസ് ഇൻഫ്ലുവൻസിങ്. നമ്മൾ ഇൻഫർമേഷൻ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ ഒരു ഇൻഫർമേഷനിൽ വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ? ഇപ്പം നമ്മൾ പിള്ളേരായാലും വാട്ട് ഈസ് ദെയർ ഇൻറ്റൻഷൻ? And that intention is aligned with the heart, or is it connected with what is our collective consciousness? അതാണ് നമ്മുടെ ഹാബിറ്റ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു ഹാബിറ്റ് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ആ ഒരു ഹാബിറ്റിലുള്ള ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നമ്മൾ കൂടുതൽ അവരെ ബോധ്യമാക്കുക, അല്ലെങ്കിൽ നമ്മൾ മാതൃക മോഡൽ ചെയ്യുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ അവരുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുക. അപ്പം നമുക്ക് ഈസി ആയിട്ട് ആ പാരൻറ്റിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പാരൻറ്റിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട ഒരു സംഭവമാണ്, നമ്മൾ മലയാളികൾ പൊതുവെ നല്ല ആൾക്കാരാണ്. പക്ഷേ നമ്മൾ നമ്മുടെ സമൂഹമായിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന സമൂഹമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വന്ന നാട് കേരളവുമായിട്ട് ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകളൊന്നും വെക്കാത്ത ആൾക്കാർ. നമ്മൾ നാട്ടിൽ പോകുന്നു, എൻജോയ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. എന്താണോ അവിടെയുള്ളത് അത് എൻജോയ് ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. നമ്മൾ ഓസ്ട്രേലിയയിലായാലും എന്താണോ ഇവിടെയുള്ളത് നമ്മളത് എൻജോയ് ചെയ്യുന്നു. അതിന് നമ്മൾ റിസീവർ എൻഡിലാണ് എപ്പോഴും മലയാളികൾ നിൽക്കുന്നത്, കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അത് മാറി നമ്മൾ ഗിവിങ് എൻഡിലേക്ക് വരാനായിട്ട് അതൊരു വലിയ ഷിഫ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാനസികമായിട്ടും നമ്മളെ തന്നെ ഗ്രോ ചെയ്യുന്നു. വേണമെങ്കിൽ ഒരു സ്പിരിച്വൽ ഗ്രോത്തും ആകാം, പേഴ്സണാലിറ്റി ഗ്രോത്ത് ആകാം. ഇങ്ങനെയുള്ള ഈ ഷിഫ്റ്റുകൾ എങ്ങനെ നമുക്ക് 2026 ഒരു തീരുമാനം എടുക്കുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും? അതിൽ നമുക്കൊരു അഭിമാനം ഉണ്ടാകാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ദിസ് കംസ് ദർ 3 തിങ്സ്. നമ്മൾ റിസീവിങ്. അപ്പോൾ നമ്മൾ നിറഞ്ഞിരിക്കുന്ന കപ്പിലേക്ക് കൂടുതൽ റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. So this is where the giving comes. So ആ ഒരു ഫ്ലോ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കപ്പ് എംറ്റി ആക്കണം. അപ്പം how much ever we can empty every day in our mind and in our body. So that body means maybe we need to do the cleansing. അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ് അലൈൻമെൻ്റ് ആക്കുക, അല്ലെങ്കിൽ വി ഹാവ് എ ബെറ്റർ ഹെൽത്തി ഹാബിറ്റ്സ്. അപ്പം അത് ചെയ്യുമ്പം നമുക്ക് കൂടുതൽ റിസീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഉണ്ടാവും. നമ്മൾ പൈസ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് ആയാലും, അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻസ് ആയാലും, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആയാലും, മീൻസ് ഇറ്റ് ഓൾ വിൽ കണക്ട്. അപ്പോൾ ആ ഒരു ഈസി ആയിട്ടുള്ള ഫ്ലോ നമുക്കുണ്ടാവും. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഫോഴ്സ് ചെയ്യേണ്ട. അപ്പോൾ ആ റെഡിനെസ് ടു റിസീവ് നമ്മൾ തന്നെ നമ്മളെ പ്രിപ്പയർ ആക്കുക. അപ്പോൾ ആ ഒരു നമ്മൾ പ്രിപ്പയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഓൾ ഹാപ്പൻ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഈ പറഞ്ഞ നമ്മുടെ ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്, നമ്മുടെ സെൽഫ് ലവ്, നമ്മുടെ പോസിറ്റീവ് സെൽഫ് കോൺവെർസേഷൻ, അല്ലെങ്കിൽ പോസിറ്റീവ് കണക്ഷൻസ്, അതുപോലെ തന്നെ പോസിറ്റീവ് അസോസിയേഷൻസ്, അതുപോലെ തന്നെ ഈ 4-5 കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇന്റേണൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഓൺ ടോപ്പ് ഓഫ് എവറിത്തിങ് കംസ് വിത്ത് അവയർനെസ്. ഇതിനെല്ലാം കുറിച്ച് അവെയർ ആയിരിക്കുക, അതുമായിട്ട് കണക്റ്റ് ആയിരിക്കുക, അതുപോലെ തന്നെ അതുമായിട്ട് അലൈൻമെൻ്റ് ആയിട്ടിരിക്കുക, അതനുസരിച്ചുള്ള ആക്ഷൻസ് ചെയ്യുക. അപ്പം നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഫ്ലോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. അതായത് 2026 നമുക്ക് ഡബിൾ ആക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഇൻകം ഡബിൾ ആക്കണം, നമ്മുടെ എടുക്കുന്ന തീരുമാനങ്ങൾ. ഇപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിനെ കുറിച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഡബിൾ ആക്കണം, നല്ല മിടുക്കിയായി തീരണം. അതല്ല, നമ്മുടെ ഫാമിലി ലൈഫ് ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടൈം, ഇപ്പം നമ്മൾ 1 മണിക്കൂറാണ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാര്യയും മക്കൾക്കും ഭർത്താവിനും വേണ്ടി സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് 2 മണിക്കൂറാക്കി മാറ്റണം. ക്വാളിറ്റി ടൈമിൽ സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഹോളിഡേയ്സിലൊക്കെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകണം. അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തന്നെത്താൻ അവർ പോകണം, ഇൻഡിവിജ്വലായിട്ട് പോകണം. പിള്ളേർ അവരെ തന്നെത്താൻ വിടാനായിട്ട് പ്രേരിപ്പിക്കണം. കാരണം ഒക്കെ ആ സ്റ്റേജിലൂടെയൊക്കെയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2026 വളരെ ശോഭനമാക്കിയാനായിട്ട് കഴിഞ്ഞ കൊല്ലത്തേക്കാളും വളരെ നമ്മൾ തന്നെ മനസ്സിലാവും, വാവ് എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാകണം. ഒന്നാമതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിനായിട്ട് തീർച്ചയായിട്ടും അജയ് ഒരു മൈൻഡ് സെറ്റ് കോച്ചാണ്. ഇപ്പോൾ അതേപോലെ തന്നെ മെൻറ്ററിങ് ചെയ്യാറുള്ള ആളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അജയെ വിളിക്കാവുന്നതാണ്. അജയുടെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. അജയ് ഒന്ന് കൺക്ലൂഡ് ചെയ്തു. ഓക്കെ. സോ വെൻ കംസ് ടു നമ്മളിപ്പോൾ എല്ലാവരും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിലുള്ള ഒന്ന് മൈൻഡ് സെറ്റ് റീസെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്സ് റീസെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് കുറച്ച് ടൂൾസ്, റിസോഴ്സസ് നമുക്ക് വേണം. 4മതായിട്ട് വി ഓൾസോ ഹാവ് ടു ഹാവ് എ അക്കൗണ്ടബിലിറ്റി. അപ്പം ഈ
നമുക്ക് എല്ലാവരും നമുക്ക് ഒത്തിരി ഉപദേശങ്ങളുണ്ട്, പക്ഷേ എങ്കിലും ഒരു ഇൻഡിവിജ്വലായിട്ട് ഈ കാര്യങ്ങൾ എല്ലാം കണക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ സോ വി നീഡ് എ കണക്ഷൻ, ഐ മീൻസ് ലൈക്ക് അക്കൗണ്ടബിലിറ്റി പാർട്ണർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു അജയ്, താങ്ക് യു.